അവിടെയെല്ലാം ആ ശുശ്രൂഷ നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിലാണ്. ആ പരിശുദ്ധാത്മാവിന്റെ വിളിക്കനുസരിച്ചാണ് ഇന്ന് ശുശ്രൂഷകളെല്ലാം ദൈവാത്മാവിൽ നിറഞ്ഞവർ, ലോകത്തിൻ്റെതല്ല, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിലൂടെ പ്രവർത്തിക്കുന്നവർക്കെല്ലാം പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തൽ കിട്ടും. അത് നമുക്ക് ഉറപ്പുന്നത് റോമാക്കാരുടെ ലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നുണ്ട്, 1:1 യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനായിരിക്കാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിന്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയപ്പെട്ടതുമായ പൗലോസ് എഴുതുന്നത് കേട്ടോ. അപ്പൊ പൗലോസിനെ ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്തതാ. നമ്മൾ പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. സംഖ്യാപ്രവാചകന്റെ പുസ്തകത്തില് 3-ാം അധ്യായം 5-13 വാക്യങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ലേവി ഗോത്രത്തെ കൊണ്ടുവന്ന് അഹ്റോന്റെ ശുശ്രൂഷയ്ക്ക് നിയമിക്കുക. എന്നാൽ പഴയ നിയമത്തിലേക്ക് കടന്നു വരിക കേട്ടോ. അപ്പൊ പഴയ നിയമത്തില് മോശയെ ദൈവം തിരഞ്ഞെടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ മോശയെ വിളിക്കുന്ന ദൈവം. ഇനി ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്ത് പ്രവേശിച്ചു കഴിയുമ്പോൾ അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ലേവി പുത്രന്മാരിൽ അഹ്റോനെ അതിനുവേണ്ടി നിയമിക്കുന്നതായിട്ട് ദൈവമാണ് നിയോഗിക്കുന്നത് ശുശ്രൂഷ ചെയ്യാനായിട്ട്. നമ്മൾ പിന്നീട് പഠിക്കാൻ പോകുന്നുണ്ട്. ഈ മോശയെയും അഹ്റോനെയും വിമർശിക്കുകയും കുറ്റപ്പെടുത്തുന്ന ഒരു സമൂഹം, 150ഓളം പുരോഹിതന്മാരും കോറാഹും അവന്റെ അനുചരന്മാരും മോശയ്ക്കും അഹ്റോനെതിരെ പിറുപിറുക്കുമ്പോൾ ദൈവത്തിന്റെ കോപം അവരെ ജ്വലിക്കുന്നത്. കാരണം നിങ്ങളെ മാത്രമല്ല, ദൈവം ഞങ്ങളെയും തിരഞ്ഞെടുത്തിട്ട് നിന്ന് അവകാശം ഉന്നയിച്ച് അഹ്റോന്റെയും മോശയുടെ മുമ്പിൽ മുറുമുറുക്കുന്ന വിമതന്മാരുടെ, കോറാഹും അവന്റെ അനുചരന്മാരുടെയും അവിടെ ദൈവം അവർക്ക് കൊടുക്കുന്ന ശിക്ഷയെ പറ്റി നമ്മൾ വീണ്ടും പഠിക്കുന്നുണ്ട്. അപ്പൊ ദൈവം തിരഞ്ഞെടുക്കപ്പെടുന്നവർ മാത്രമേ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ വിളിക്കപ്പെട്ടിട്ടുള്ളൂ. ഇവിടെ നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട് 1 ദിനവൃത്താന്തം 23:10 വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ നടത്താനും കർത്താവിന് മുമ്പേ ധൂപം അർപ്പിക്കാനും അവിടുത്തെ നാമത്തെ സ്തുതിക്കാനും അഹ്റോനും പുത്രന്മാരും നിയോഗിക്കുന്നു. അതാ അഹ്റോനെയും പുത്രന്മാരെയും ലേവി ഗണത്തിൽ നിന്ന് പ്രത്യേകം തെരഞ്ഞെടുത്തത് കർത്താവിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. നമ്മൾ വീണ്ടും ജെറമ്യാ പ്രവാചക പുസ്തകത്തിൽ വരുമ്പോൾ ഒരു വാചകം വായിക്കുന്നുണ്ട്. ജെറമ്യാ 1:5 കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനത്തിന് മുമ്പേ നിന്നെ ഞാൻ വിശുദ്ധീകരിക്കും. ജനിക്കുന്നതിന് മുമ്പേ നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ജെറമ്യയുടെ തെരഞ്ഞെടുപ്പിനെ പറ്റി വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ജെറമ്യാ പ്രവാചകനെ തിരഞ്ഞെടുക്കുമ്പോൾ കേട്ടോ, കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അത് കർത്താവിന്റെ തെരഞ്ഞെടുപ്പാണ് ജെറമ്യാ പ്രവാചകന്റെ. കർത്താവ് വിളിക്കുന്നു ജെറമ്യാ പ്രവാചകനെ പേര് വിളിച്ചത്. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വീണ്ടും വരുമ്പോൾ നിങ്ങളുടെ മക്കളിൽ ചിലരെ പ്രവാചകന്മാരും നിങ്ങളുടെ യുവാക്കന്മാരിൽ ചിലരെ നാസീർവ്രതക്കാരായും ഞാൻ ഉയർത്തി. ആമോസ് പ്രവാചകന്റെ കർത്താവ് വിളിച്ചത്. അപ്പൊ ദൈവമാണ് ഈ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നത്. നമ്മൾ ഓരോരുത്തരെയും അറിയുന്ന ദൈവം അവിടെ പറഞ്ഞത്, ജെറമ്യാ പ്രവാചകൻ പറയുന്നത്, നീ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തെന്ന്. യോന പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യോനയുടെ നിയോഗത്തെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. 1:1 അമിക്കായുടെ പുത്രൻ യോനായ്ക്ക് കർത്താവിന്റെ അരുൾപ്പാടുണ്ടായി, നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനിവയിലെ ചെന്ന് അതിനെതിരെ വിളിച്ചു പറയുക, എന്തെന്നാൽ അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നുണ്ട്. യോനാ പ്രവാചകനെ വിളിച്ച് യോനാ പ്രവാചകനെ ഏൽപ്പിക്കുന്ന ഒരു ദൗത്യമാണ് നിനിവയിലേക്ക് പോകുക. അവരുടെ ദുഷ്പ്രവർത്തികൾ എന്റെ കൺമുമ്പിൽ പെട്ടിരിക്കുന്നു, ഞാൻ അറിഞ്ഞിരിക്കുന്നു. മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ നീ അവിടെ ചെന്ന് പ്രസംഗിക്കുക എന്ന് യോനയുടെ അരുൾ ചെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ സംഖ്യാപ്രവാചക പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഒരു വചനം കൂടി നമുക്ക് കേൾക്കാം. ലേവ്യരെ ശ്രദ്ധിക്കുവിൻ, കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും സമൂഹത്തിന് മുമ്പിൽ സേവനം അനുഷ്ഠിക്കാനും ഇസ്രായേലിന്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ? അവിടെ നിന്ന് നിന്നെയും നിന്നോടൊപ്പം ലേവി പുത്രന്മാരായ നിന്റെ സഹോദരന്മാരെയും തന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നില്ലേ? ഇപ്പം പഴയ നിയമത്തില്
ത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ലേവ്യപുത്രന്മാർക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പാണത്. വീണ്ടും നമ്മൾ എസെക്കിയേൽ പ്രവാചന പുസ്തകത്തിലേക്ക് വരുമ്പോൾ എസെക്കിയേൽ 34:1-2 വായിക്കുന്ന ഇപ്രകാരമാണ്: കർത്താവ് എന്നോട് അരുൾ ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേലിന്റെ ഇടയന്മാർക്കെതിരെ പ്രവചിക്കുക. അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, തങ്ങളെ തന്നെ പോറ്റുന്ന ഇസ്രായേലിന്റെ ഇടയന്മാരെ നിങ്ങൾക്ക് ദുരിതമെന്ന്. ഇത് എസെക്കിയേൽ പ്രവാചകനെ വിളിച്ചിട്ട് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും പുരോഹിതന്മാരും ചെയ്യുന്ന തിന്മകളെ കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകാനായിട്ട് ശക്തനായ പ്രവാചകനായി കടന്നു ചെല്ലുന്ന വ്യക്തിയാണ് എസെക്കിയേൽ പ്രവാചകൻ. ആണ് കർത്താവ് എന്നോട് അടിച്ചത്, മനുഷ്യപുത്ര, ഇസ്രായേലിന്റെ ഇടയന്മാർക്കെതിരെ പ്രവചിക്കുക എന്നുണ്ട്. അപ്പൊ ഇടയന്മാർക്കെതിരെ പോലും ദൈവത്തിന്റെ കോപം ജ്വലിക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് ചെന്ന് അവരെ തിരുത്താൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത പ്രവാചകരിൽ ശക്തനായ പ്രവാചകനാണ് എസെക്കിയേൽ പ്രവാചകൻ. ഓരോ കാലഘട്ടത്തിലും ദൈവം തിരഞ്ഞെടുക്കുന്ന വ്യക്തികളെ ഇപ്പൊ മലാക്കി പ്രവാചന പുസ്തകത്തിൽ വരുമ്പോൾ നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്. 2-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള തിരുത്തങ്ങൾ. അവന്റെ നാവിൽ യഥാർത്ഥ പ്രബോധനം ഉണ്ടായിരുന്നു, അവന്റെ അധരത്തിൽ ഒരു തെറ്റും കണ്ടില്ല. സമാധാനത്തിലും സത്യസന്ധതയിലും അവൻ എന്നോടുകൂടെ അകൃത്യങ്ങളിൽ നിന്ന് അവൻ പിന്തിരിപ്പിച്ചു. പുരോഹിതൻ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം, ജനം പ്രബോധനം തേടി അവന് സമീപിക്കട്ടെന്ന്. ഇപ്പൊ മലാക്കി പ്രവാചകന്റെ ദൗത്യം ഇതാണ്, ഉത്ബോധനം കൊടുക്കുന്നതാണ്. കണ്ടോ, അവന്റെ നാവിൽ യഥാർത്ഥ പ്രബോധനം ഉണ്ടായിരുന്നു, അവന്റെ അധരങ്ങളിൽ ഒരു തെറ്റും കണ്ടില്ല. സമാധാനത്തിലും സത്യസന്ധതയിലും അവൻ എന്നോട് കൂടെ വ്യാപരിച്ചു. അനേകരെ അകൃത്യങ്ങളിൽ നിന്ന് കേട്ടോ അവൻ പിന്തിരിപ്പിച്ചു. പുരോഹിതൻ അധരങ്ങളിൽ ജ്ഞാനം സൂക്ഷിക്കട്ടെ, ജനം പ്രബോധനം തേടി അവന്. അപ്പൊ പുരോഹിതന്മാരുടെ അടുക്കലേക്ക് ജനം അടുത്ത് വരണമെങ്കിൽ യഥാർത്ഥമായിട്ട് പ്രബോധനം അവർ കൊടുക്കണം, ഭക്ഷണം, യഥാർത്ഥ ഭക്ഷണം. അതുകൊണ്ടാണ് യേശു പരസ്യ ജീവിതത്തിൽ അപ്പം വർദ്ധിപ്പിച്ചു. അത് അവർക്ക് അത്ഭുതമായി തോന്നി. അപ്പം തിന്നപ്പോൾ വീണ്ടും അപ്പം കിട്ടുമെന്ന് കരുതി അവർ വീണ്ടും വന്നപ്പോൾ യേശു അവിടെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പരസ്പരം പറഞ്ഞു, ഇത് പാലിക്കുക കഠിനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരെയും മടങ്ങിപ്പോയിന്ന്. ഇവിടെ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഇന്ന് എത്ര പേർക്ക് ആ വചനം കേൾക്കാനായിട്ട് സമയം കിട്ടാത്തതിനുള്ള ക്ഷമ ഉണ്ട്. ഓടി നടക്കുന്ന മനുഷ്യന് ഈ നിത്യജീവന്റെ വചനം കേൾക്കാൻ സമയമില്ല, ദൈവത്തിന്റെ തിരുവായ്മൊഴി കേൾക്കുവാനായിട്ട്. അപ്പൊ ഇവിടെ പുരോഹിതനടുക്കൽ വരണം. ഇവിടെ പറയുന്നതാണ്, പുരോഹിതൻ അധരങ്ങളിൽ ജ്ഞാനം സൂക്ഷിക്കണം, ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം. മലാക്കി പ്രവാചകന്റെ പുസ്തകം നമ്മൾ കേൾക്കുകയാണ്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനത്തിലൊരു വചനമുണ്ട്, അതിനാൽ സഹോദരരെ, സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ 7 പേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുവിൻ, ഞങ്ങൾ അവരെ ഈ ചുമതല ഏൽപ്പിക്കാം. ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചുകൊള്ളാം. അപ്പോസ്തല പ്രവർത്തനത്തിൽ ഈ വചനഭാഗം വിഭജിക്കുന്നത്, അവിടെ അപ്പോസ്തലന്മാര് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നതോടൊപ്പം വിശ്വാസത്തിലേക്ക് കടന്നുവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് അപ്പോസ്തലന്മാർക്ക് കഴിയാതെ വന്നപ്പോൾ അപ്പോസ്തലന്മാര് ഒരു നിർദ്ദേശം വയ്ക്കുകയാണ്, ദൈവരാജ്യം സുവിശേഷം പ്രസംഗിക്കേണ്ട ഞങ്ങള് ഭക്ഷണ കാര്യങ്ങളിൽ വ്യാപൃതരായാൽ സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ സമയം കണ്ടെത്താൻ കഴിയാതെ വരുന്നത് കൊണ്ട് നിങ്ങളിൽ ആത്മാവുള്ള 7 പേരെ തെരഞ്ഞെടുത്ത് അവരെ ഈ ചുമതല ഏൽപ്പിക്കാം. കാരണം ദൈനംദിനം വർദ്ധിച്ചുകൊണ്ട് ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി, ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി അങ്ങനെ 7 പേരെ അപ്പോസ്തലന്മാർ തിരഞ്ഞെടുക്കുക. ഇവിടെ നമ്മൾ ഈ 7 പേരില് ഏറ്റവും തീക്ഷ്ണമതിയായിരുന്നു സ്റ്റെഫാനോസ്. കേട്ടോ, കർത്താവിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് അപ്പോസ്തലന്മാർ കൈവെപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 7 ഡീക്കന്മാരിൽ ഒരാളായിരുന്നു സ്റ്റെഫാനോസ്. ഈ സ്റ്റെഫാനോസ് ആണ് യഹൂദരുടെ മുമ്പിൽ തീക്ഷ്ണതയോടുകൂടി അബ്രഹാം മുതൽ യേശുക്രിസ്തു വരെയുള്ള ചരിത്രം നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ വായിക്കുന്നുണ്ട്. ഏറ്റവും ദൈർഘ്യമേറിയ ഒരു പ്രസംഗമാണ് സ്റ്റെഫാനോസിന്റെ. 60 വാക്യങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പ്രസംഗം പ്രസംഗിച്ച് തീർന്നപ്പോൾ
ജനം ആക്രോശിച്ചുകൊണ്ട് അവന്റെ നേർ പാഞ്ഞടച്ച് അവനെ കല്ലെറിഞ്ഞു വധിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം ഓരോ ഘട്ടത്തിലും ഓരോ വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ അവനിൽ ഒരു പ്രവൃത്തി, ഒരു ദൗത്യം ദൈവം ഏൽപ്പിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളോട് ഈ പങ്കുവെച്ച ഈ വചനങ്ങളിൽ നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ വീണ്ടും വായിക്കുന്ന ഒരു വചനം കൂടി നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. തീത്തോസിന്റെ ലേഖനത്തില് 2-ാം അധ്യായം 7-ാം തിരുവചനം, നീ എല്ലാവിധത്തിലും സത്പ്രവൃത്തികൾക്ക് മാതൃകയായിരിക്കുക. തീത്തോസിനോട് പറയുന്നതാണ്. പൗലോസ് അപ്പോസ്തലൻ താൻ തിരഞ്ഞെടുക്കപ്പെട്ട തീത്തോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കാണിത്. നീ എല്ലാവിധത്തിലും സത്പ്രവൃത്തികൾക്ക് മാതൃകയായിരിക്കുക. നിന്റെ പ്രബോധനങ്ങളിൽ സത്യസന്ധതയും ഗൗരവബോധവും ആരും കുറ്റം പറയാത്ത വിധം നിർദോഷമായി സംസാര രീതിയും പ്രകടമാക്കുക. പൗലോസ് അപ്പോസ്തലൻ തന്റെ കൂടെ ആയിരുന്ന ശിഷ്യന്മാരിൽ ഒരുവനായ തീത്തോസിനോട് വീണ്ടും തീത്തോസിന് പറയുന്ന മറ്റൊരു വചനം കൂടിയുണ്ട്. ഇക്കാര്യങ്ങൾ നീ പ്രഖ്യാപിക്കുക, തികഞ്ഞ അധികാരത്തോടെ നീ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക, ആരും നിന്നെ അവഗണിക്കാതിരിക്കട്ടെ. പിന്നെ തീത്തോസ് വീണ്ടും പറയുന്നുണ്ട് 3-ാം അധ്യായം 1-2 വചനം. ഇതൊക്കെ നിങ്ങൾ വായിക്കേണ്ടതാണ് കേട്ടോ. ഭരണകർത്താക്കൾക്കും മറ്റധികാരികൾക്കും കീഴ്പ്പെടാതിരിക്കാനും അനുസരണമുള്ളതായിരിക്കാനും നീ ജനങ്ങളെ ഓർമ്മിപ്പിക്കുക. ആരെയും പറ്റി തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യമായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും നീ അവരെ ഉദ്ബോധിക്കുക. കേട്ടോ? അപ്പൊ ഇത് ഇങ്ങനെ ഓരോ വചനങ്ങളിലും നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളില് പ്രധാനപ്പെട്ടതാണ് ഈ വിളി, കർത്താവിന്റെ വിളി. നമ്മൾ ആദ്യം മുതൽ നമ്മൾ കേട്ട വചനങ്ങളില് നമ്മൾ കണ്ടതാണ്. കർത്താവ് ആദം ഓരോ കാലഘട്ടത്തിലും ദൈവം ഈ ഭൂമിയിൽ തനിക്ക് വേണ്ടി ഓരോരുത്തരെ ആയിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് വായിക്കുന്നുണ്ട്. അപ്പൊ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. അപ്പൊ അബ്രഹാത്തിന് 2 മക്കളുണ്ടായിരുന്നു. അത് ഒന്ന് ദാസീപുത്രനും മറ്റൊന്ന് ക്രമപ്രകാരം ദൈവഹിതമനുസരിച്ച് ജനിച്ചതുമാണ്, സാറായിൽ ജനിച്ചത്, ഉടമ്പടി പ്രകാരം ജനിച്ചത്. അങ്ങനെ 2 വംശങ്ങളായി പിരിയുന്ന ഇസഹാക്കും ഇസ്മയിലും. അതിനുശേഷം ഇസഹാക്കിന് 2 മക്കൾ ജനിക്കുന്നു. ഒന്ന് ഏസാവും ഒന്ന് യാക്കോബും. നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു, ഏസാവ് എല്ലാത്തിനും അർഹരായിരുന്നെങ്കിലും ആ അർഹത അവനായി തന്നെ നഷ്ടപ്പെടുത്തി. യാക്കോബ് അത് അവകാശമാക്കി. യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കുകയാണ്. ഏസാവ് കനന്യൻ സ്ത്രീയെ വിവാഹം കഴിച്ച് പാപത്തിലേക്ക് വീണ് അവന്റെ ഉടമ്പടി പ്രകാരം കിട്ടേണ്ട അവകാശം നഷ്ടപ്പെടുത്തി അവൻ കടന്നു പോകുന്നു മറ്റൊരു വഴിക്ക്. ഇനി ഏസാവിനെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ഇനി വായിക്കാൻ പോകുന്ന ഭാഗങ്ങളിൽ ഏസാവിനെ പറ്റി പറയുന്നത്, ഏസാവ് ഏതോ നിവാസികളുടെ പിതാവായി മാറി എന്നുള്ളത്. ഒരു സമൂഹത്തിന്റെ പിതാവായി മാറ്റി ഏസാവിനെയും ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. ഇനി യാക്കോബിനെയും ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. യാക്കോബിനെ അനുഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? യാക്കോബിൽ നിന്നും 12 ഗോത്രപിതാക്കന്മാരെ ദൈവം തെരഞ്ഞെടുക്കുകയാണ്. 12 ഗോത്രപിതാക്കന്മാർ. ഇന്നും ഈ ഗോത്രങ്ങളിലൂടെയാണ് ദൈവജനത്തെ അറിയപ്പെടുന്നത്. ആ ദൈവജനത്തില് ഈ 12 പേരിൽ 2 പേരെ തിരഞ്ഞെടുക്കുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളോട്, ജോസഫിനെയും യൂദയെയും. രണ്ടും 2 ദൗത്യങ്ങളായിട്ട് മാറ്റി നിർത്തിയാണ്. ഇപ്രകാരം നമ്മൾ അവിടെ കാണുന്നത്, യാക്കോബ് വന്ന് കാനാൻ ദേശത്ത് വാസമുറപ്പിക്കുന്നു. ഈ കാനാൻ ദേശത്ത് വാസമുറപ്പിക്കുന്ന ആ ചരിത്രത്തിന്റെ ഒരു ഭാഗമായിട്ട് പിന്നെ നമ്മൾ കേൾക്കുന്നത്, ഈ ജോസഫിനെ സഹോദരന്മാർ വെറുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, ആ വെറുക്കപ്പെടാൻ കാരണം 2 കാര്യങ്ങളൊന്ന്. ഒന്ന്, യാക്കോബിന് വാർദ്ധക്യത്തിൽ താൻ ഇഷ്ടപ്പെട്ടിരുന്ന ഭാര്യ റാഹേല് ജനിച്ച മകനാണ്, കടിഞ്ഞൂൽ പുത്രനാണ് ജോസഫ്. യാക്കോബ് ലാബാനെ 2 പെൺമക്കളെ വിവാഹം കഴിച്ചു. ഇഷ്ടപ്പെട്ടതോ ഇളയവളെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടു. അപ്പൊ ഇഷ്ടപ്പെട്ട ഭാര്യയിൽ ജനിച്ച കടിഞ്ഞൂൽ പുത്രനാണ് ജോസഫ്, 11-ാമനായി ജനിച്ച ജോസഫ്. ഈ ജോസഫിനെ മറ്റു മക്കളെക്കാൾ കൂടുതൽ അധികമായി സ്നേഹിക്കുന്ന ആദ്യത്തെ ഒരു പ്രശ്നം, അവന് കൈനീളം കുപ്പായം തയ്ച്ചു കൊടുക്കുന്നു. വീട്ടിൽ തന്നെ അവന് സുരക്ഷിതമായിട്ടുള്ളൊരു സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു. മറ്റുള്ളവരെല്ലാം അടുമയ്ക്കാനായിട്ട് വനാന്തരങ്ങളിലേക്ക് പോകുന്നു.
ഇനി ജോസഫിന് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ദൈവം കൊടുത്തിരുന്നു. യാക്കോബ് അവനെ സ്നേഹിച്ചിരുന്നു, കാരണം തന്റെ ഭാര്യയിൽ ഇഷ്ടപ്പെട്ട ഭാര്യയിൽ ജനിച്ച മകൻ. രണ്ടാമത് ദൈവം അവനൊരു കഴിവ്, സ്വപ്നങ്ങൾ കാണുന്നവനായിരുന്നു. ഇവിടെ നമ്മൾ കാണുന്ന ഒരു സ്വപ്നം നമ്മൾ കാണുന്നത്, അവൻ വയലിലായിരിക്കുമ്പോൾ, ഞാനത് വായിക്കാം. നമ്മള് ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിലെത്തിയിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തില് ജോസഫിനെ വിൽക്കുന്നു എന്നുള്ള ഒരു മുഖവരിയോടെ തുടങ്ങുന്നതാണ്. അപ്പൊ യാക്കോബ് തന്റെ പിതാവ് പരദേശിയെ പാർത്തുന്ന കാനാൻ ദേശത്ത് വാസമുറപ്പിച്ചു. ഇതാണ് യാക്കോബിന്റെ കുടുംബ ചരിത്രം. 17 വയസ്സുള്ളപ്പോൾ ജോസഫ് സഹോദരന്മാരുടെ കൂടെ ആടുമേയ്ക്കുകയായിരുന്നു. അപ്പൊ അവിടെ ഒരു കാലം അളവ് നമുക്ക് പറഞ്ഞു തരികയാണ്. ജോസഫിന് 17 വയസ്സുള്ളപ്പോൾ, അപ്പൊ ജോസഫാണ് ഇനി ഇവിടുത്തെ കഥാപാത്രം. യാക്കോബിന്റെ കുടുംബത്തിലെ ആദ്യത്തെ കഥാപാത്രമാണ്. അടുത്ത ചരിത്രം തുടങ്ങാൻ പോവുക. ആ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ജോസഫ്. അപ്പൊ ആ ജോസഫിനെ കുറിച്ചാണ് പറയുന്നത്. അവന് 17 വയസ്സുള്ളപ്പോൾ അവൻ തന്റെ സഹോദരന്മാരോടൊപ്പം പിതാവിന്റെ ആട് മേയ്ക്കാൻ പോകുന്നു. അത് നമ്മൾ അവിടെ വായിച്ചു നിർത്തുകയാണ്. ഇനി അടുത്തതായിട്ട് ഒരിക്കൽ ജോസഫിന് ഒരു സ്വപ്നം ഉണ്ടായി. അടുത്ത വയലിലേക്ക് പോകുന്നു, അവരോടൊപ്പം ആടുമാട് മേയ്ക്കാനായിട്ട് പോകുന്നുണ്ട്. ഇനി അടുത്ത നമ്മൾ കേൾക്കുന്നത് 5-ാം തിരുവചനത്തിലേക്ക്, 37-ാമത്തെ അധ്യായത്തില് 5-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇപ്രകാരം കാണുകയാണ്. ഒരിക്കൽ ജോസഫിന് ഒരു സ്വപ്നമുണ്ടായി. സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ അവനെ കൂടുതൽ വെറുത്തു. അപ്പൊ ആദ്യം ഒരു വെറുക്കാനൊരു കാരണം, യാക്കോബ് അവനെ കൂടുതൽ സ്നേഹിച്ചിരുന്നു. അവന് വേണ്ടി പ്രത്യേകം തുന്നിയെടുത്ത കുപ്പായം കൊടുത്തിരുന്നു. അപ്പൊ മറ്റു മക്കളെക്കാൾ അധികമായി യാക്കോബ് ജോസഫിനെ സ്നേഹിച്ചിരുന്നു. രണ്ടാമത് ദൈവം അവന് കൊടുത്ത ഒരു കൃപയാണ്, അവൻ സ്വപ്നം കാണുന്നവനായിരുന്നു. ഇനി സ്വപ്നം കാണുന്നവൻ തന്നെയല്ല, മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കാനുള്ള ഒരു കഴിവും ദൈവം അവന് കൊടുത്തു. നമ്മളിവിടെ ഇതിനിടക്ക് ഈ കൊറിന്തോസ്യരുടെ ലേഖനത്തില് ഒരു വചനം നിങ്ങൾ ധ്യാനിക്കുന്നത് നന്നായിരിക്കും. കൊറിന്തോസ്യരുടെ ലേഖനം 12-ാം അധ്യായത്തില് ഒരു വചനമുണ്ട്. ഇവിടെ നമ്മളിപ്പോ വായിച്ചത് യാക്കോബ് ജോസഫിനെ സ്നേഹിച്ചിരുന്നു. യാക്കോബ് ജോസഫിനെ സ്നേഹിക്കുന്നതിന് കൂടെ അതോടൊപ്പം ദൈവം അവനൊരു ദാനം കൊടുത്തിരുന്നു. അവന് സ്വപ്നങ്ങൾ കാണാനും മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കാനുള്ള ഒരു കഴിവ് കൊടുത്തിരുന്നു. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൊറിന്തോസ്യരുടെ ലേഖനം 12-ാം അധ്യായത്തില് പരിശുദ്ധാത്മാവ് നൽകുന്ന ദാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ആദ്യം നിങ്ങളോട് പങ്കുവെച്ചത്, ദൈവം ഓരോ കാലഘട്ടത്തിലും തനിക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരെ വിളിച്ചു ചേർക്കപ്പെട്ടിരുന്നു. നമ്മൾ കേട്ടു, ഓരോ രാജാക്കന്മാര് ആദ്യമായിട്ട് രാജാവിനെ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കിഷീന്റെ പുത്രനായ സാവൂളിനെ ദൈവം രാജാവായി അവർക്ക് കൊടുത്തു. സാവൂള് തിന്മ ചെയ്തപ്പോൾ സാവൂളെ തിരസ്കരിച്ച് ജസ്സയുടെ പുത്രനായ ദാവീദിനെ തിരഞ്ഞെടുത്തു. അങ്ങനെ ദാവീദ് ദൈവത്തിന്റെ മുമ്പില് തന്റെ പ്രീതി മാത്രമായി, എന്റെ മനസ്സിനിണങ്ങിയ മനുഷ്യനെ ഞാൻ ദാവീദിനെ കണ്ടെത്തി എന്നാണ് ദാവീദിനെ പറ്റി പറയുന്നത്. അങ്ങനെ ദാവീദിന് കൊടുത്ത ഒരു വാഗ്ദാനമാണ്, നിന്നിൽ നിന്നും ഞാനൊരു വംശം എന്ന് പറഞ്ഞാൽ നിന്നിൽ നിന്നൊരു മുള പുളപ്പിക്കും. കാരണം വരാനിരിക്കുന്ന രക്ഷകൻ നിന്നിലൂടെ ആയിരിക്കും ജനിക്കുക എന്ന്, നിന്റെ ഗോത്രത്തിൽ നിന്നും. അങ്ങനെ ദാവീദിൽ നിന്നാണ് യേശുക്രിസ്തുവിന്റെ ജനനം. 42-ാമത്തെ തലമുറയില് നമ്മൾ പുതിയ നിയമത്തിൽ കടമ്പല് 42-ാമത്തെ തലമുറയാണ് യേശുക്രിസ്തു. അപ്പൊ ആ വംശാവലിയില് ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു. ദാവീദിലൂടെ സോളമനുടെ റബോബാം, അങ്ങനെ ആ തലമുറ കടന്നുപോയി ബാബിലോൺ പ്രവാസത്തിൽ എത്തുമ്പോൾ അടുത്ത തലമുറയില് 14 തലമുറയാണ്. ബാബിലോൺ പ്രവാസം മുതൽ യേശുക്രിസ്തു വരെ 14 തലമുറ. അപ്പൊ ആ വംശാവലിയിൽ പോകുന്ന ഓരോ വ്യക്തികളെയും ദൈവം കാലാകാലങ്ങളിൽ തിരഞ്ഞെടുക്കുകയാണ്. ആ തിരഞ്ഞെടുപ്പിന് പ്രത്യേകതയുള്ളത്, ഈ തിരഞ്ഞെടുപ്പില് വ്യത്യസ്തങ്ങളെ മനുഷ്യനെ സങ്കല്പിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തിരഞ്ഞെടുപ്പാണ്. ഉദാഹരണം പറഞ്ഞാല്, വായിച്ചു കേട്ട് ആദ്യം തുടങ്ങി വെച്ചത്, യാക്കോവിന് 12 മക്കളുണ്ട്. ഈ 12 മക്കളില് ജോസഫിനെ നമ്മളിപ്പോ കേൾക്കുകയാണ്, ജോസഫിനെ കുറിച്ച്. ഇനി അപ്പുറത്തെ ഒരു വശത്ത് യൂദയെ ദൈവം തിരഞ്ഞെടുക്കുന്നുണ്ട്. ഞാനിപ്പോ പറഞ്ഞു വന്ന ഈ കാര്യങ്ങളുടെ ഒരു ഭാഗമാണ് യൂദയെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ യൂദയുടെ 3 മക്കളില് മൂത്തവനെ വിവാഹം കഴിച്ച താമാർ ദൈവം ഇടപെടുന്നത്
ഈ താമാറിന്റെ 2 ഭർത്താക്കന്മാരും മരിച്ചു പോണ്. മൂത്ത മോനും ഇളയ മോനും മരിക്കുന്നു. എന്നിട്ട് അമ്മായിപ്പൽ നിന്ന് ഗർഭം ധരിച്ച് താമാർ നിന്ന് ജനിക്കുന്ന കുഞ്ഞാണ് പെരസ്. ആ പെരസിലൂടെയാണ് വംശാവലി തുടർന്നത്. അങ്ങനെ വംശാവലി തുടർന്ന് പോകുമ്പോൾ റൂത്ത് എന്നുള്ള വ്യക്തിയിലേക്ക് കടന്നു വരുന്നു. ഇസ്രായേൽക്കാരനായ ഒരു എലിമേലെക്കുണ്ട്. ഈ എലിമേലെക്കിന്റെ ഭാര്യയാണ് നവോമി. ഈ നവോമിയുടെ 2 മക്കളും മരിച്ചു പോകുന്നു. ഈ നവോമിയുടെ 2 മക്കൾ മരിച്ചു പോകുമ്പോൾ അവരുടെ ഭാര്യമാരിൽ ഒരുവളായ റൂത്ത് തന്റെ അമ്മായിയമ്മയെ പിരിഞ്ഞു പോകാതെ ഇസ്രായേൽ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് അവിടെ താമസം ഉറപ്പിക്കുമ്പോൾ അവളെ 2ാമത് വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് നവോമി തീരുമാനിക്കുമ്പോൾ ഈ എലിമേലെക്കിന്റെ ചാർച്ചക്കാരനായ ഒരുവൻ അതിന് അർഹതയുള്ളവനുണ്ട്. അവൻ അത് തിരസ്കരിക്കുമ്പോൾ നീതിമാനായിരുന്ന ഒരു ബോവാസ് ഈ റൂത്തിനെ വിവാഹം ഒരു മകൻ ജനിക്കുകയും ആ റൂത്തിൽ ജനിക്കുന്ന ഒബാദ് വംശാവലി പങ്കുവരാകുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് ദൈവത്തിന്റെ വംശാവലിയിൽ തെരഞ്ഞെടുപ്പിനെ പറ്റി ഞാൻ ആദ്യം നിങ്ങളോട് തുടങ്ങി വെച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങള്. ദൈവത്തിന്റെ ഹിതം അത് മനുഷ്യന് സങ്കല്പിക്കുന്ന അപ്പുറമാണ്. ഇവിടെ ജോസഫിന് ഒരു കൃപ കൊടുത്തു സ്വപ്നങ്ങൾ കാണാനും ഇനി മറ്റുള്ളവർ കാണുന്ന സ്വപ്നത്തെ വ്യാഖ്യാനിക്കാനുള്ള ഒരു കഴിവ്. ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് പുതിയ നിയമത്തില് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ഒരു ദാനങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിനും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുത്തുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. തന്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിന്റെ പ്രവൃത്തി തന്നെയാണിത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം തന്നിരിക്കുന്ന ഒരു വാഗ്ദാനമാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ദൈവത്തിന്റെ പ്രവർത്തികൾ വ്യത്യസ്തമായ രീതിയിൽ ഭൂമിയിൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാക്കാൻ വേണ്ടി ഓരോ വ്യക്തികളെ ദൈവം തരുന്നു. അപ്പൊ അതിലൂടെ പറയുന്ന പ്രബോധനയുണ്ട്, രോഗസൗഖ്യത്തിനുള്ള വരമുണ്ട്, ഭാഷാവരത്തിനുള്ളതുണ്ട്, ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള കൃപയുണ്ട്, അതോടൊപ്പം തന്നെ വ്യാഖ്യാനിക്കാനുള്ള കഴിവ്. ഇനി അടുത്തത് ഇവിടെ പറയുന്നത് എന്താണ്? വരവും അതേ ആത്മാവ് തന്നെ തന്റെ ഇച്ഛയ്ക്ക് കണ്ടോ, തന്റെ ഇഷ്ടത്തിന് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്ത യാക്കോവിന്റെ മക്കളിൽ ഒരുവനായിരുന്നു ജോസഫ്. ഈ ജോസഫിന് ദൈവം കൊടുത്തൊരു ഒരു പ്രത്യേകതയാണ് സ്വപ്നങ്ങൾ കാണുകയും മറ്റുള്ളവർ കാണുന്ന സ്വപ്നത്തെ വ്യാഖ്യാനിക്കണം. അങ്ങനെ അവൻ കണ്ട ഒരു സ്വപ്നത്തിന്റെ ഒരു വഴിബന്ധ പറയുന്നത്, അവരെല്ലാവരും പാടത്ത് നിലത്ത് വയലിലായിരിക്കുമ്പോൾ അവനൊരു സ്വപ്നം കാണുകയാണ്. നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോഴിതാ എന്റെ കറ്റ എഴുന്നേറ്റ് നിന്നു, നിങ്ങളുടെ കറ്റകളെല്ലാം ചുറ്റും നിന്ന് എന്റെ കറ്റയെ താണു വണങ്ങുന്നു. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുവോ? അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ? നീ ഞങ്ങളുടെ മേൽ ആധിപത്യ സ്വപ്നവും വാക്കുകളും കാരണം അവർ അവനെ അത്യധികം ദ്വേഷിച്ചു. കണ്ടോ, ജോസഫ് തന്റെ സ്വപ്നങ്ങളാ പറഞ്ഞത്. തന്റെ സ്വപ്നങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ സ്വപ്നം എന്താണ്? 12 കറ്റ, അതിലൊന്ന് ജോസഫിന്റെ കറ്റ. ഈ ജോസഫിന്റെ കറ്റയെ മറ്റു 11 കറ്റകളും താണു വണങ്ങുന്നതായിട്ട്. അപ്പൊ അവരുടെ ചിന്ത എന്താണ്? നീ ഞങ്ങളുടെ അധിപനാകുമെന്നാണോ നീ പറയുന്നത്? ഇനി അടുത്ത ഒരു സ്വപ്നം കൂടി പറയുന്നുണ്ട്. അവന് വീണ്ടും ഒരു സ്വപ്നമുണ്ടായി. 9-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ വരുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഇവിടെ എഴുതുന്നുണ്ട്. അവന് വീണ്ടും ഒരു സ്വപ്നമുണ്ടായി. അവൻ തന്റെ സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ വേറൊരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങി. അവൻ അത് പിതാവിനോടും സഹോദരന്മാരോടും പറഞ്ഞപ്പോൾ പിതാവ് അവനെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് നിന്റെ സ്വപ്നത്തിന്റെ അർത്ഥം? ഞാനും നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ നിലംപറ്റെ താണു വണങ്ങണമെന്നോ? സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. പിതാവാകട്ടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ജോസഫിനുള്ള ഒരു പ്രത്യേകതയാണ്. ഇനി
ഇതിന് പ്രതിഫലമായിട്ട് ഇതിന് കാരണമാകുന്നതിന്റെ ആ വിപത്ത് ഇവർ അസൂയ മനസ്സിൽ കൊണ്ടു കിടക്കുകയാണ്. ആരോടാണ്? ജോസഫിനോട്. അങ്ങനെ ഇരിക്കുകയാണ് അവർക്കൊരു അവസരം കിട്ടുന്നത്. യാക്കോബ് യോസഫിനോട് പറയുന്നുണ്ട്, നിന്റെ സഹോദരന്മാര് കാലുമയക്കാൻ പോയിട്ട് കുറച്ച് ദിവസമായി, നീ അവരുടെ സുഖ അന്വേഷണങ്ങൾ അന്വേഷിച്ച് പോയി മടങ്ങി വരികയെന്ന്. അങ്ങനെ ജോസഫിനെ യാക്കോബ് പറഞ്ഞിരിക്കണം. ഇവിടെ അത് പറയുന്നത് 12-ാമത്തെ തിരുവചനത്തിലാണ് കേട്ടോ. അവന്റെ സഹോദരന്മാർ പിതാവിന്റെ ആടുകളെ മേയ്ക്കാൻ ഷെക്കെമിലേക്ക് പോയി. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, നിന്റെ സഹോദരന്മാർ ഷെക്കെമിൽ ആട് മേയ്ക്കുകയല്ലേ, ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ്, ഞാൻ പോകാം. അവൻ മറുപടി പറഞ്ഞു, നീ പോയി നിന്റെ സഹോദരന്മാർക്ക് ആടുകൾക്കും ക്ഷേമം തന്നെ എന്ന് അന്വേഷിച്ച് വിവരം എന്നെ അറിയിക്കണം. ജോസഫിനെ അവൻ ഹെബ്രോൻ താഴ്വരയിൽ നിന്നും യാത്രയാക്കി. അവൻ ഷെക്കെമിലേക്ക് പോയി. അവൻ വയലിൽ അലഞ്ഞു തിരിഞ്ഞത് കണ്ട ഒരാൾ അവനോട് ചോദിച്ചു, നീ അന്വേഷിക്കുന്നത് എന്താണ്? അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുകയാണ്, അവർ എവിടെയാണ് ആട് മേയ്ക്കുന്നതെന്ന് ദയവായി പറഞ്ഞിരിക. അവൻ പറഞ്ഞു, അവർ ഇവിടെ നിന്നും പോകുമ്പോൾ നമുക്ക് ദോത്താനിലേക്ക് പോകാം എന്ന് പറയുന്നത് കേട്ടു. ആണ്. അപ്പം ഇതൊരു യാത്രയപ്പ. യാക്കോബ് ശരിക്ക് ആ ഒരു ദൈവിക പദ്ധതിയുടെ തുടക്കത്തിന് കുറിക്കുക. ഈ ജോസഫ് സഹോദരന്മാരെ കാണാൻ വേണ്ടി പുറപ്പെടുമ്പോൾ ആ സ്ഥലത്തിന്റെ പേര് പ്രത്യേകം മറിച്ച് കുറിച്ചിടുക. ഹെബ്രോണിൽ ചെന്നപ്പോൾ ഞാൻ പോകാം, അവൻ പുറപ്പെടുന്നു. യോസഫിനെ അവൻ ഹെബ്രോണിൻ താഴ്വരയിൽ നിന്നും യാത്രയാക്കി. ഒരു യാത്രയപ്പാ ശരിക്കും. യോസഫിനെ യാക്കോബ് സഹോദരന്മാരിലേക്ക് അയക്കുമ്പോൾ ആ അയക്കുന്ന സന്ദർഭത്തിന് ഒരു പ്രാധാന്യമുണ്ട്. അവൻ യാത്രയായി ഹെബ്രോണിന്റെ താഴ്വരയിൽ നിന്ന് അവനെ യാത്രയാക്കിയാണ് സഹോദരന്മാരുടെ സുഖ അന്വേഷണം അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജോസഫ് സഹോദരന്മാരെ അന്വേഷിച്ച് അവരെ കണ്ടുമുട്ടുമ്പോൾ ഇവിടെ പറയുന്ന ഒരു വചനമുണ്ട്. 18-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ഇപ്രകാരം പറയുന്നു, ദൂരെ വെച്ച് തന്നെ അവർ അവനെ കണ്ടു. ആരാണ്? യാക്കോബിന്റെ മറ്റ് 10 സഹോദരന്മാര്. അപ്പൊ അവരൊരു ഗൂഢാലോചന നടത്തിയാണ് ഇവിടെ. എന്താണ് പറയുന്നത്? അവർ പരസ്പരം പറഞ്ഞു, സ്വപ്നക്കാരൻ വരുന്നുണ്ട്. കണ്ടാ അവിടെ പറയുന്നത് എന്താണ്? സ്വപ്നക്കാരൻ. കാരണം അവർക്ക് ഇടർച്ച ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ ജോസഫ് പറഞ്ഞു കൂട്ടുന്നത്. അവർക്ക് മാത്രമല്ല, മാതാപിതാക്കളും. ഇത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണെന്ന് അവർ അറിയുന്നില്ല. അത് ഇവിടെ നമ്മൾ കേൾക്കുക, ഇത് മനസ്സിലും കുറിച്ചിടുക. ഇവിടെ സഹോദരന്മാര് പറയുന്നുണ്ട്, നിനക്ക് ഞങ്ങൾ ദാസന്മാരായി തീരുമോ? നീ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും. ഇവിടെ നമ്മൾ 37-ാം അധ്യായത്തില് 8-ാം തിരുവചനത്തിൽ പറയുന്ന ഒരു വാചനമുണ്ട്, സഹോദരന്മാര്, നീ ഞങ്ങളെ ഭരിക്കുമെന്നാണോ? നീ ഞങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുമെന്നാണോ? അവിടെ പറയുന്ന ആ സംശയമാ. അത് നമ്മൾ കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇവിടെ സ്വപ്നക്കാരൻ വരുന്നുണ്ട്, നമുക്ക് അവനെ പിടിച്ച് കണ്ട അവൻ വരുവീൻ, നമുക്ക് അവനെ കൊന്ന് കുഴിയിലെറിയാന്ന്. കണ്ടോ? അവർ പരസ്പരം പറഞ്ഞു. അവർ എന്ന് പറയുമ്പോൾ ഇത് ആരാണെന്ന് ഇവിടെ വ്യക്തമാക്കുന്നില്ല. എങ്കിലും അവർക്ക് എല്ലാവർക്കും അവനോട് ദേഷ്യമുണ്ട്. 10 പേർക്കും അവരോട് ദേഷ്യമുണ്ട്. പക്ഷെ ഇവിടെ വചനത്തെ പറയുന്നത് അവർ പരസ്പരം പറഞ്ഞു, വരുവിൻ നമുക്ക് അവനെ കൊന്ന് കുഴിയിലെറിയാം. ഏതോ കാട്ടുമൃഗം അവനെ പേടിച്ച് തിന്നെന്ന് പറയുകയും ചെയ്യാം. അവന്റെ സ്വപ്നത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാമല്ലോ. റൂബൻ ഇത് കേട്ടു. അവൻ ജോസഫിനെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. അവൻ പറഞ്ഞു, നമുക്കവനെ കൊല്ലണ്ട, രക്തം ചിന്തരുത്. അവനെ നിങ്ങൾ മരുഭൂമിയിലെ ഒരു കുഴി തള്ളിയിടുക, പക്ഷേ ദേഹോദരം ഏൽപ്പിക്കരുത്. അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് പിതാവിനെ തിരിച്ചേൽപ്പിക്കാമെന്നാണ് എന്നാണ് റൂബൻ വിചാരിച്ച് ഇങ്ങനെ പറഞ്ഞത്. അതിനാൽ ജോസഫ് അടുത്തെത്തിയപ്പോൾ സഹോദരന്മാർ അവൻ ധരിച്ചിരുന്ന കൈനീളമുള്ള പുറം കുപ്പായം ഊരിയെടുത്ത് അവനെ ഒരു കുഴിയിൽ തള്ളിയിട്ടു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കിണറായിരുന്നു. ഇനി ഇത് മനസ്സിൽ കുറിച്ചിട്ടേക്കുക. ഇവിടെ അവർ തീരുമാനിച്ചു അവനെ കൊന്നുകളയാമെന്ന്. എന്നാൽ ഈ യാക്കോബിന്റെ മൂത്ത മകനാണ് റൂബൻ. യാക്കോബിന്റെ മൂത്ത മകനാണ് റൂബൻ. 2ാമത്തെ മകനാണ് ശിമിയോൻ. 4ാമത്തെ 4 മക്കള് ലേയാൽക്ക് ജനിച്ചതുണ്ട്. യാക്കോബിന് ലേയാൽ ജനിച്ച 4 മക്കളാണ്. അതിൽ മൂത്തവന്റെ പേരാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു. റൂബൻ അവരോട് പറഞ്ഞു, കുട്ടിയുടെ മേൽ കൈവച്ച് രക്തം ചിന്തരുത്,
അവന് രക്തത്തിന് നമ്മൾ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് അവനെ പൊട്ടക്കിണറ്റി തള്ളാമെന്ന്, ഇവിടെ കിണറ്റി തള്ളിക്കളയാമെന്ന്. അത് ആരാ പറയണത്? മൂത്ത മകൻ. മൂത്ത മകന്റെ ഇളയതാണ് ഷിമിയോൻ, ഷിമിയോന്റെ ഇളയതാണ് യൂദ, ലേവി. അങ്ങനെ 4 മക്കളാണ് ഈ യാക്കോബിന് ലേയയിൽ ജനിക്കുന്ന, മൂത്തോട് ജനിക്കുന്ന മക്കള്. ഈ പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുമ്പോൾ ഈ യാക്കോബിന്റെ 12 ഗോത്രപിതാക്കന്മാരുടെ പേരെന്ന് പഠിക്കാൻ വേണ്ടിയാണ്. അപ്പോ യാക്കോബിന്റെ ഭാര്യമാരിൽ മൂത്തതായ ലേയക്ക് ജനിച്ച 4 മക്കളാണ് റൂബൻ, ഷിമിയോൻ, ലേവി, യൂദ. നമ്മൾ ആദ്യം പറഞ്ഞ് 2 വ്യക്തികളെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് അതിലൊരാളാണ് യൂദ, ഒരാളാണ് ഇപ്പൊ ജോസഫ്. ജോസഫിന്റെ ചരിത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യൂദ അവിടെ മാറി നിൽക്കുക. യൂദായും വേറൊരു തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടാൻ പോവുകയാണ്. അത് നമ്മൾ അടുത്തതിലേക്ക് കേൾക്കാം. ഇവിടെ ജോസഫിനെ ദൈവം അനുഗ്രഹിക്കുന്നത് സ്വപ്നങ്ങൾ കാണാനും മറ്റുള്ള സ്വപ്നം വ്യാഖ്യാനിക്കണം. അതുമൂലം അവന് വന്ന ഭവിഷ്യത്ത് എന്താണ്? അവനോട് മറ്റുള്ള സഹോദരന്മാർക്ക് അസൂയ തോന്നി. അങ്ങനെ ആ 10 പേരുടെ അടുക്കിലേക്ക് തനിച്ച് ജോസഫ് വരുമ്പോൾ അവർ ഇവരെ കൊന്നുകളയുമെന്ന്. എന്നാൽ മൂത്ത മകനായ റൂബൻ പറയാണ്, വേണ്ട, അവനെ ഉപദ്രവിക്കേണ്ട, രക്തം ചിന്തണ്ട, അവനെ നമുക്ക് ഈ പൊട്ടക്കിണറ്റി തള്ളിക്കളെ. അങ്ങനെ അവർ അവനെ കൈകാൽ ബന്ധിച്ച് ആ പൊട്ടക്കെട്ടി തള്ളുകയാണ്. അതിനുശേഷം അവർ ഭക്ഷണത്തിരിക്കുകയാണ്. ഇവിടെ വായിക്കുന്നുണ്ട് 25-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഗിലെയാദിൽ നിന്നും വരുന്ന ഇസ്മേലരുടെ ഒരു യാത്രാ സംഘത്തെ കണ്ടു. ആരാണ് ഇസ്മേലർ? ഇസ്മേലർ ആരാണ്? ഇസ്മേലര് അബ്രഹാത്തിന്റെ ഭാര്യ സാറായിൽ ജനിക്കുന്ന ഇസ്മയിൽ, സാറയുടെ ദാസിയിൽ ജനിക്കുന്ന റബേക്കയിൽ ജനിക്കുന്ന ഇസ്മയിലിന്റെ വംശമാണ് ഈ ഇസ്മയിലര്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ ചരിത്രം പഠിക്കുമ്പോഴോ ഈ ചരിത്രം ഒന്നും കഥകളല്ല, ചരിത്രം തന്നെയാണ്, സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതിനൊരു വ്യക്തതയാണ്. ഈ പുസ്തകം മുഴുവൻ വായിക്കുമ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു കണ്ണിയുണ്ട്, ചേർച്ചയുണ്ട്. നമ്മളിപ്പോൾ ഈ യാക്കോബും കുടുംബവും ഇവിടെ എവിടെയാണ് നമ്മൾ അവരിവിടെ ഉണ്ടായിരിക്കുന്ന സ്ഥലത്തെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ അവൻ ഒരു മനുഷ്യനോട് ചോദിക്കുന്നു, നീ അന്വേഷിക്കുന്ന എന്താണ്? അവൻ പറഞ്ഞു 16 തിരുവചനത്തില്, നീ അന്വേഷിക്കുന്നത് എന്താണ്? അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുകയാണ് ദയവായി പറഞ്ഞിരിക. അവൻ പറഞ്ഞു, അവർ ഇവിടെ നിന്നും പോകുമ്പോൾ നമുക്ക് ദോത്താനിലേക്ക് പോകാമെന്ന്. ദോത്താൻ എന്ന് പറഞ്ഞ ഒരു പ്രദേശത്തേക്ക് അവർ പോയി എന്ന് പറഞ്ഞു. അപ്പോ അവിടെ ആയിരിക്കുമ്പോഴാണ് അബ്രഹാം തന്റെ പുത്രന്മാരിൽ 2 പേരെ സ്നേഹിച്ചിരുന്നു. ആദ്യം ദാസിയിൽ ജനിച്ച ഇസ്മയിലിനെ സ്നേഹിച്ചിരുന്നു, തന്റെ ഭാര്യ സാറായി ജനിച്ച ഇസ്ഹാക്കിനെ സ്നേഹിച്ചിരുന്നു. 2 പേർക്കും തുല്യ അവകാശം കൊടുത്തെന്ന് നമ്മൾ വായിച്ചു കേട്ടു. അപ്പൊ ഇസ്മയിലിനെയും അവന്റെ അമ്മയായ റാഹേലിനെയും തന്റെ സമ്പത്തിന്റെ ഒരു ഓഹരി കൊടുത്ത് ദൂരദേശത്തേക്ക് പറഞ്ഞു വിടുക. അങ്ങനെ അവന്റെ ഒരു വംശാവലി, ഇസ്രായേലിന്റെ ഒരു വംശാവലി, ഇസ്മയിലിന്റെ ഒരു വംശാവലി വേറെ ദേശത്ത് വസിക്കുന്നുണ്ട്. അവര് സമൂഹമായി വളർന്നിരിക്കുകയാണ്. രണ്ടാമത് യാക്കോബും ഏസാവും ഒരു വംശാവലിയായിട്ട് ദൂരത്തേക്ക് മാറിപ്പോകുന്നുണ്ട്. ആ ദൂരത്തേക്ക് മാറിപ്പോകുന്ന ഏസാവിന്റെ വംശാവലിയെ ഏതോ നിവാസികൾ എന്നറിയും. അത് നമ്മൾ ഇനി കാനാൻ ദേശത്തുള്ള യാത്രയില് ഈ മോശയും ഇസ്രായേൽ ജനം കൂടി കടന്നു പോകുമ്പോൾ ഈ ഏതോ നിവാസികളെ കണ്ടുമുട്ടലായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചരിത്രമാണ്. കടന്നു പോകുന്ന ദേശങ്ങളിലെല്ലാം ഈ ചരിത്രത്തിന് ഭാഗമാക്കുന്ന ഓരോരുത്തരും നമുക്ക് കണ്ടുമുട്ടും. അപ്പൊ ഇവിടെ ജോസഫും സഹോദരന്മാരും ആടുമേക്കാൻ ദോത്താനിൽ എത്തുമ്പോൾ അവിടെ ഇരിക്കുന്ന വഴിക്കാണ് ഈ ഇസ്മേലർ ഈജിപ്തിലേക്ക് പോകുന്നത് കാണുന്നത്. കണ്ടോ? അപ്പൊ ഇസ്മേൽ എന്ന് പറഞ്ഞാല് സാറായിയുടെ ദാസിയിൽ ജനിച്ച ഇസ്മയിലിന്റെ വംശാവലിപ്പെട്ട ആൾക്കാരാണ് ഇസ്മയിലിയർ. അതുപോലെ തന്നെയാണ് യാക്കോബിന്റെ സഹോദരനായ ഏസാവിന്റെ സന്തത പരമ്പരകളെ ഏതോ നിവാസികൾ എന്ന് വിളിക്കപ്പെടും. ഇതൊക്കെ നിങ്ങൾ ഇനി പഠിക്കുന്ന സമയത്ത് ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ ഈ പേരൊക്കെ പിന്നീട് കേൾക്കാം. ഏതോ നിവാസികൾ എന്നുള്ളത്, ഏതോ നിവാസി എന്ന് പറഞ്ഞാല് ഈ യാക്കോബിന്റെ സഹോദരന്റെ ആ വംശാവലിയില് കണ്ടോ. അപ്പൊ എല്ലാം ചരിത്രമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്, ഭാവനയല്ല. ഇവിടെ ഇസ്മേലിനെ കണ്ടുകിട്ടുമ്പോൾ ഈ അവർ തമ്മിൽ പരസ്പരം വരണം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗിലെയാദിൽ നിന്ന് വരുന്ന ഇസ്മേലിയരുടെ ഒരു യാത്രാ സംഘത്തെ കണ്ടു. അവർ സുഗന്ധ പശകളും പരിമള ദ്രവ്യങ്ങളും കുന്തിരിക്കവും ഒട്ടോപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ യൂദ തന്റെ സഹോദരന്മാരോട് പറഞ്ഞു,
നമ്മുടെ സഹോദരനെ കൊന്ന് അവന്റെ രക്തം മറച്ചു വെക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനം ഉണ്ടാവുക? വരുവിൻ, നമുക്ക് അവനെ ഇസ്മയിലേക്ക് വിൽക്കാം. അവനെ നമ്മൾ ഉപദ്രവിക്കേണ്ട. അവൻ നമ്മുടെ സഹോദരനാണ്, നമ്മുടെ തന്നെ മാംസം. അവന്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു. അപ്പോൾ കുറെ മിതിയാൻകാർ, കച്ചവടക്കാർ ആ വഴി കടന്നു വന്നിരുന്നു. യോസഫിന്റെ സഹോദരന്മാർ അവനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് ഇസ്മയേലിക്ക് വിറ്റു. അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. എന്താ, പുതിയ ചരിത്രത്തിന്റെ തുടക്കമാ ഇത്. വെറുതെ സംഭവിക്കുന്നതല്ല. ഇത് ദൈവം മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ നിവർത്തീകരണമാണ്. എങ്ങനെയാണ് മുൻകൂട്ടി പറഞ്ഞത്? അബ്രഹാത്തോട് ദൈവം പറയുന്നുണ്ട്, കാനാൻ ദേശത്തായിരിക്കുമ്പോൾ, ഈ ദേശം നിനക്കും നിന്റെ സന്തതികൾക്കുമായി ഞാൻ നൽകും. അത് നിന്റെ സന്തതികള് 4 തലമുറ വരെ ഈജിപ്തിൽ അടിമത്തത്തിലായിരുന്നിട്ട് അവിടെ നിന്ന് മോചിപ്പിച്ച് ഈ ദേശത്ത് കൊടുക്കുന്നതാണ്. കേട്ടാ, ഇത് വെറുതെ ദൈവം മുൻകൂട്ടി പറഞ്ഞ കാര്യത്തിന്റെ നിവൃത്തിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പൂർത്തീകരണമാണ്. അബ്രഹാത്തോട് പറഞ്ഞു, ഇപ്പോൾ നീ താമസിക്കുന്ന ഈ ഭൂമി, അപ്പൊ യാക്കോബ് ഇപ്പൊ വന്ന് താമസിക്കുന്ന ഭൂമി കാനാൻ ദേശം, ഈ കാനാൻ ദേശം നിനക്കും നിന്റെ സന്തതികൾക്കുമായി ഞാൻ നൽകും. പക്ഷെ നിന്റെ സന്തതികള് 4 തലമുറ 400 വർഷം ഈജിപ്തിന്റെ അടിമത്തത്തിലേക്ക് കഴിയും. അത് കഴിഞ്ഞിട്ട് അവരെ ഞാൻ പുറത്തു കൊണ്ടുവന്ന് നിന്നോട് വാഗ്ദാനം ചെയ്ത ഈ കാനാൻ ദേശം നിനക്ക് എന്നേക്കുമായി നൽകും. കേട്ടാ, അപ്പൊ അതിന്റെ ആ ചരിത്രത്തിന്റെ തുടക്കമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണമായതോ ജോസഫിനെ സഹോദരന്മാർ വേർത്തു. എന്തുകൊണ്ടെന്നാൽ ജോസഫിനിൽ ഒരു കൃപ, നമ്മൾ ഇന്ന് പറയുന്ന ഒരു വാക്കിന്റെ അർത്ഥമാണ് കൃപ. എന്താ കൃപ? സ്വപ്നം കാണുകയും, ആ സ്വപ്നത്തിനൊക്കെ അർത്ഥങ്ങളുണ്ട്, അത് പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ സ്വപ്നങ്ങൾ അവർ പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും നിന്നെ താണുമിടങ്ങുമെന്നാണോ, ഞങ്ങൾ ത്തിലാകുമെന്നാണോ നീ പറയുന്നത്? അത് ഇനി സംഭവിച്ചു കഴിയുമ്പോൾ നമുക്കത് കേൾക്കാം. ഇനി സംഭവിക്കുന്നുണ്ടത്. ഇനി രണ്ടാമതുള്ളത്, ഈ ജോസഫിന് മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള കഴിവും ദൈവം കൊടുത്തിരുന്നു. അപ്പൊ ഈ കഴിവുകളൊക്കെ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവം കൊടുത്തിരുന്നു. നമ്മൾ ജെറമ്യ പ്രവാചക പുസ്തകത്തിൽ പറയുന്നുണ്ട്, ജെറമ്യ തെരഞ്ഞെടുക്കുമ്പോൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു. ദൈവം ഒരു മനുഷ്യന് രൂപം കൊടുക്കുമ്പോൾ തന്നെ, എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി, എന്നെക്കുറിച്ചൊരു പദ്ധതി ദൈവം രൂപപ്പെടുത്തിയിരിക്കുക. നമ്മൾ പലപ്പോഴും നമ്മുടേതായിട്ടുള്ള ചുറ്റുപാടില് നമുക്ക് വേണ്ടി തന്നെ ജീവിക്കണേ, നമ്മുടെ സുഖത്തിന് വേണ്ടി, നമ്മുടെ മക്കളുടെ സുഖത്തിന് വേണ്ടി, നമ്മുടെ പാരമ്പര്യത്തിന് വേണ്ടി, നമ്മുടെ പിന്തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുകയാ. എന്നാൽ നമ്മൾ സൃഷ്ടിച്ച ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് എത്ര പേര് ആരായുന്നുണ്ട്? ദൈവത്തിന്റെ പദ്ധതികൾ. ഇന്ന് ഞാൻ ഇവിടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവിക പദ്ധതിയാ. ദൈവം അനുവദിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്നത്. ഇത് വെറുതെ നിന്നതല്ല. ഒരു സുപ്രഭാതത്തിൽ വന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാൻ സാധിച്ചതല്ല. അനേകം വർഷങ്ങളുടെ ഒരുക്കത്തിന് ശേഷം, അനേകം പീഡകൾക്കുടെ ഒടുവില്, അനേകം പരിഹാസത്തിന്റെ ഒടുവില്, അനേകം സഹിച്ചതിന്റെ ഒടുവില് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നുവെങ്കിൽ ഇത് ദൈവത്തിന്റെ കൃപയാ, ദൈവത്തിന്റെ പദ്ധതിയാ. ഒരു സുപ്രഭാതത്തിൽ വന്ന് ഈ ജനത്തിന്റെ മുമ്പിൽ ഇരുന്ന് ദൈവവചനം പ്രഘോഷിക്കാൻ പറ്റുന്നത് വെറുതെ അല്ല. നമ്മളിപ്പോ വായിക്കുന്നുണ്ട്, ഈ ജോസഫ് ഇസ്മയേലിനൊക്കെ വിറ്റ ശേഷം 14 വർഷത്തെ പീഡകൾക്കൊടുവിലാണ് അവനെ ഫറവോയുടെ അധിപതിയാക്കി ദൈവം നിശ്ചയിക്കുന്നത്. ഫറവോയുടെ അധിപതിയാക്കി, ഈജിപ്തിന്റെ അധിപതിയാക്കി. അവിടെ പറയുന്നത് ഈജിപ്തിലെ ഫറവോയുടെ മേൽ അധിപതിയുള്ള അവനായി മാറ്റി. കാരണം ഈജിപ്തിലെ ജോസഫ് എന്ന് പറയുന്നുവോ അതാണ് അവിടെ നിറവേറ്റിക്കൊണ്ടിരുന്നത്, ഫറവോയ്ക്കല്ല. കാരണം ഫറവോയ്ക്ക് അസാധ്യമത്, രാജാവായിരുന്ന ഫറവോയ്ക്ക് അസാധ്യമായിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ജോസഫിലൂടെ ഇടയാക്കി. അതുകൊണ്ട് ഫറവോയുടെ അധിപതിയാക്കി മാറ്റി. അത് വെറുതെയല്ല. ഇവിടെ നമ്മൾ കണ്ടു, തന്റെ സഹോദരന്മാർ തന്നെ കൊല്ലാൻ തീരുമാനിക്കുന്നു. എന്തുമാത്രം വേദന ഉണ്ടായിട്ടുണ്ടാവും ജോസഫിന്. ഇവര് പറയുന്ന കാര്യങ്ങളെല്ലാം ജോസഫ് കേട്ടോണ്ടിരിക്കുക. അവസാനം കൈകാൽ ബന്ധിച്ച് പൊട്ടക്കിണറ്റിൽ തള്ളിക്കടയുമ്പോഴും അവൻ അവിടെ കിടന്ന് വേദനിക്കുന്നുണ്ട്. തന്നെ കൊല്ലാൻ ഉദ്യോഗിക്കുന്ന സഹോദരന്മാർക്കിടയിൽ നിന്ന് അനുഭവിച്ച വേദന, തന്റെ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച മക്കള്, തന്റെ പിതാവിന് ജനിച്ച മക്കള് തന്നെ കൊല്ലാൻ ഉദ്യമിക്കുമ്പോൾ
ജോസഫ് ചെയ്യാത്ത കുറ്റത്തിന് ജോസഫ് എന്താ ചെയ്ത കുറ്റം? തനിക്ക് ദൈവം തന്ന സ്വപ്നങ്ങൾ പറഞ്ഞു, അത് നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് അവനറിയില്ല. കണ്ട കാര്യം കേട്ട കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൈവം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ദൈവം ഇച്ഛിക്കുന്ന രീതിയിൽ വളർന്നു വരണമെങ്കിൽ അത് കുരിശിന്റെ വഴിയിലൂടെ സാധ്യമാകൂ. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെന്നാ പറഞ്ഞത്. കുരിശെടുക്കാതെ ഒരുവനും ദൈവരാജ്യം പ്രവേശിക്കാൻ കഴിയില്ല. അത് മുള്ളുകൾ നിറഞ്ഞതാ, സഹനത്തിന്റെ വഴിയാ, വേദനയുടെ വഴിയാ, അവഗണനയുടെ വഴിയാ, നിന്ദനത്തിന്റെ വഴിയാ, പരിഹാസത്തിന്റെ വഴിയാ. ഇന്നലെ എൻ്റെ സഹോദരൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കിഴക്കൻ ഹൈറേഞ്ചിലുള്ള ഒരു ടൗണിൽ ഒരു ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് ഒരു പെന്തക്കോസ്ത സഹോദരൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുക. ആർക്കും ഒരു ഉപദ്രവമില്ല, ഒരു മൂലയ്ക്ക് മാറി നിന്ന് വചനം പ്രഘോഷിക്കുന്ന ഒരു സഹോദരൻ ദൈവവചന പ്രസംഗിക്കുന്നത് കർത്താവിന്റെ സുവിശേഷമാ. അവനെ ഒരു വ്യക്തി വന്ന് മർദ്ദിക്കുന്നതായിട്ട് പറഞ്ഞു. ആ മർദ്ദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ സ്തോത്രം പറഞ്ഞ് അവൻ മടങ്ങിപ്പോയി. കാരണം ഇത് നിന്ദനത്തിലൂടെയും പരിഹാസത്തിലൂടെയൊക്കെ ഇത് പ്രസംഗിക്കാൻ കഴിയൂ. ഇത് കഠിന നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, വിശുദ്ധ പത്രോസും യോഹന്നാനും യഹൂദ പ്രമാണികളും മർദ്ദിച്ച് അവസനാക്കി പുറത്തേക്ക് പറഞ്ഞ് തള്ളിവിടുമ്പോ പറയുന്നത്, യേശുവിന്റെ നാമം ഇനി മേലെ പ്രസംഗിക്കരുത് പറയുമ്പോഴും അവര് പറയുന്നൊരു വാക്കുണ്ട്, മനുഷ്യരെക്കാൾ അധികമായി ഞങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി പീഡ അനുഭവിക്കേണ്ടി വന്നതിൽ ഞങ്ങൾ അത്യധികം സന്തോഷിക്കുന്നു എന്ന്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്ഥാനസ്ഥിരിച്ച ഓരോ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ടതാ, നമ്മൾ ഓരോരുത്തരുമാ കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കുവാൻ വിളിക്കപ്പെട്ടത്. ഞാനും നിങ്ങളും ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ ഈ തകർച്ചയ്ക്കും ഈ എല്ലാത്തരം മ്ലേച്ഛതയ്ക്കും കാരണമാകുന്ന സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നില്ല, നിയമം പ്രഘോഷിക്കപ്പെടുന്നില്ല, സത്യവചനം പ്രഘോഷിക്കപ്പെടുന്നില്ല. പാപത്തിന്റെ മനുഷ്യലേക്ക് വഴിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഞാനും നിങ്ങളുവാ. കർത്താവിന്റെ സുവിശേഷം മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നില്ല, ലോക ജനതയിലേക്ക് കൊടുക്കാൻ കഴിയുന്നില്ല നമുക്ക്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്ന് പറയുന്നത്. ഞാൻ ഇതൊക്കെ വായിക്കാതിരുന്നാണ്, ഇതൊക്കെ ഞാൻ ഒഴിവാക്കിയതാ. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. പത്രോസിക പറയുന്നുണ്ട്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശം, രാജ്യക്ക് പുരോഹിതഗണം, വിശുദ്ധ ജനം, ദൈവത്തിന്റെ സ്വന്തം ജനം. നമ്മള് സ്വീകരിച്ചെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട വംശം, രാജ്യക്ക് പുരോഹിതഗണം, വിശുദ്ധ ജനം, ദൈവത്തിന്റെ സ്വന്തം ജനം, നമ്മൾ കൽപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാ. നമ്മൾ കൊരിന്ത്യരുടെ ലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുകയാണ്, കൃപകളെ കൊണ്ട്. ഇത് ദൈവവചനം ആരിലേക്ക് വരുന്നു അവർക്കെല്ലാം കിട്ടുന്ന ദാനമാ, ഇത് കിട്ടും, ഉറപ്പാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, ദൈവവചനം ആരിലേക്ക് വരുന്നു അവര് ദൈവങ്ങളെന്ന് വിളിച്ചു. വെറുതെ അല്ല എഴുതി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം എന്നിലേക്ക് നിങ്ങളിലേക്കും കടന്നു വരികയാണെങ്കിൽ ഉറപ്പാണ് ഈ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും കഴിയും. രോഗികളെ സുഖപ്പെടുത്താൻ കഴിയും, മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയും. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ ചെയ്തതല്ല അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിലോ. വെറുതെ കേട്ടുപോകുന്നവരാകരുത്, കണ്ടുപോകുന്നവരെ. വിശുദ്ധ ബലി കണ്ടുപോകേണ്ടതല്ല, വിശുദ്ധ ബലി അർപ്പിക്കേണ്ടതാ. ബലിപീഠത്തോട് ചേർന്ന് നിന്ന് അർപ്പിക്കപ്പെടേണ്ടതാണ് വിശുദ്ധ ബലി. ഇന്ന് കത്തോലിക്കരായിട്ടുള്ളവര് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ സങ്കടമാ. കടത്തെണ്ണയിലും റോഡിന്റെ പക്കലിരുന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്ന എത്ര ക്രിസ്ത്യാനികളുണ്ട്. യേശു പറയുന്നത്, നിങ്ങൾ വിജാതിയുടെ ഇടയിൽ ദൈവത്തിന്റെ നാമം ദുഷിപ്പിക്കുകയാണ്. കർത്താവിന്റെ നാമം, യേശുവിന്റെ നാമം ദുഷിപ്പിക്കുകയാണ്. ദേവാലയത്തിന്റെ പുറത്ത്, കവാടത്തിന്റെ പുറത്ത് കർത്താവിന്റെ നാമം. കാരണം കർത്താവ് കാൽവരി കുരിശിൽ മരിച്ച ഓർമ്മ അനുസ്മരിക്കുന്ന വിശുദ്ധ ബലിയോടുള്ള അവഗണനയാ. വിശുദ്ധ ബലിയോട് അവഗണന വില കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് കുടുംബങ്ങളിൽ തകർച്ച മാറാത്തത്? നമ്മളിലേക്ക് ഞായറാഴ്ച പള്ളി പോകണമെന്ന് വിശുദ്ധ ബലി കാണാൻ പോകുന്നുണ്ട്. വഴിവെക്കലും കാണയുടെ മുറ്റത്തും വരാന്തയിലൊക്കെ മാവിന്റെ ചോട്ടിലൊക്കെ ഇരുന്ന് കൈയും കെട്ടിയിരുന്ന് ബലിയിൽ പങ്കെടുത്ത് വരുത്തി തീർത്ത് പോയിട്ട് ഒരു കാര്യമില്ല സഹോദരങ്ങളെ. വീട്ടിൽ വരുമ്പോ തകർച്ച മാറില്ല. എന്തുകൊണ്ടാണ്? കർത്താവില്ല നിങ്ങളുടെ കൂടെ. അതാണ് വിശുദ്ധ ബലി നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ നിധിയാ വിശുദ്ധ ബലി.
ഇന്നും എത്രമാത്രം അനുഗ്രഹീതനാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, 1 കിലോമീറ്ററിനുള്ളിൽ ദേവാലയമാ, 12 മണിക്കൂറും ബലിയാ. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ബലിയാണ്. എവിടെ വേണമെങ്കിലും പോവാം. ഞാൻ എന്നോട് പലരും സുഹൃത്തുക്കൾ വിളിക്കുകയെ അടുത്ത കുർബാന എപ്പോഴാണ് കാരണം ഞങ്ങളുടെ പ്രദേശം പശ്ചിമ കൊച്ചി പ്രദേശത്തുള്ള എല്ലാ ദേവാലയങ്ങളിലുള്ള ബലിയുടെ സമയം എനിക്കറിയാം. രാവിലെ 5:30 മുതൽ തുടങ്ങുന്ന വിശുദ്ധ ബലി ഓരോ പള്ളികളിലും തുടർച്ചയായിട്ട് എല്ലാവർക്കും പങ്കെടുക്കുന്ന രീതിയിലാണ്. ഉച്ചക്ക് 12 മണിക്ക് ബലിയുള്ള സ്ഥലമുണ്ട്. ഉച്ചക്ക് വൈകുന്നേരം 4 മണിക്ക്, 4:30ക്ക്, 5 മണിക്ക്, 5:30 മണിക്ക്, 6 മണിക്ക്, 6 മണിക്ക് 3 സ്ഥലങ്ങളിലെ പശ്ചിമ കൊച്ചിയിൽ കുർബാന ബലി അർപ്പിക്കുന്നത്. അപ്പൊ ഒരാൾക്ക് ഒഴിവഴിവില്ല, അനുദിന ബലി പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളത്. ജോലിക്ക് പോകുന്നവർക്ക് 5:30ക്ക് ബലിയുണ്ടേ വെളുപ്പിന്. ഇപ്പൊ എന്തുമാത്രം നമ്മൾ അനുഗ്രഹീതരാ. പ്രഭാതത്തിലെ കർത്താവിന്റെ അംഗനത്തിലായിരിക്കും എത്ര സന്തോഷപ്രദമാ. ഇവിടെ ജോസഫിനെ ദൈവം തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ജനത്തിന് വേണ്ടിയിട്ട്, അവിടെ ജോസഫ്, ഞാൻ ഒരു അഡ്വാൻസ് ആയിട്ട് ഒന്ന് മുൻകൂട്ടി പറയുകയാണ്. എന്താണ്? ജോസഫ് ഫറവോയുടെ അധിപതിയായിരിക്കുമ്പോൾ അവിടെ ഈ യാക്കോവിന്റെ മക്കൾ അവിടെ കടന്നു വരുമ്പോൾ ജോസഫ് പറയുന്നൊരു വാക്കുണ്ടേ, നിങ്ങൾ എന്നെ വിറ്റതില്, നിങ്ങളെന്നെ പൊട്ടക്കിണറ്റിൽ തള്ളിയതിന്, നിങ്ങൾ എന്നോട് അസൂയ കാട്ടിന് ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട. ഫറവോയുടെ കൊട്ടാരത്തിൽ വെച്ച് ജോസഫ് തന്നെ വെളിപ്പെടുത്തുമ്പോൾ 14 വർഷങ്ങൾക്ക് ശേഷം ജോസഫ് ഫറവോയുടെ അധിപതിയായിരിക്കുമ്പോൾ യാക്കോബിന്റെ മക്കള് ധാന്യം വാങ്ങിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് വരുമ്പോൾ അവരുടെ മുമ്പില് 3 തവണ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് വായിക്കുന്നുണ്ട്. അതൊക്കെ വിശദമായിട്ട് ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അടുത്ത ക്ലാസ്സിൽ ദൈവം അനുവദിക്കുന്നെങ്കിൽ പറയാം. ഈ പൊട്ടക്കിണറ്റിൽ തള്ളിയ ശേഷം അവനെ 20 വെള്ളി നാണയങ്ങൾക്ക് വിറ്റ സഹോദരന്മാരെ അവരെ വിൽക്കുമ്പോൾ അതൊരു മുന്നൊരുക്കത്തിന് വേണ്ടി ദൈവം അഴക്കുന്നതായിട്ട് ജോസഫ് പറയാണ്. നിങ്ങൾ എന്നെ വിറ്റതിൽ ദുഃഖിക്കേണ്ട, നമ്മുടെ ദൈവം, അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും ദൈവം, നമ്മുടെ വംശം അറ്റുപോയിരിക്കണം. കാരണം കാനാൻ ദേശത്ത് വലിയൊരു ദാരിദ്ര്യം വന്നു, അവർക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ദാരിദ്ര്യം വന്നു. ആ ദാരിദ്ര്യത്തിൽ നമ്മുടെ വംശം അറ്റുപോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മുമ്പേ ദൈവം എന്നെ ഫറവോയുടെ അധിപതിയാക്കി. കണ്ട, അത് കുറെ അധികം പറയാനുണ്ട് ജോസഫ് പീഡനത്തിന്റെ കഥകൾ, സംഭവങ്ങള്. അപ്പൊ ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് ജോസഫിനെ സഹോദരന്മാർ 20 വെള്ളി നാണയത്തിന് വേണ്ടി ഇസ്മയിലേക്ക് വിറ്റു. ഇസ്മയില് അവനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോകുന്നു. അങ്ങനെ പൊന്തിപ്പീറിന്റെ ഭവനത്തിൽ വസിക്കുന്നു. പൊന്തിപ്പീറിന് ദൈവം അനുഗ്രഹിക്കുന്നു ജോസഫിന്റെ സ്ഥാനത്തിൽ. അവിടെ നിന്ന് ജോസഫിനെ ഫറവോയുടെ തടവറയിലേക്ക് വന്നു. ആ തടവറയിൽ ചെന്ന് കിടക്കുമ്പോൾ അവിടെ 2 സഹതടവുകാരുടെ സ്വപ്നങ്ങൾ ജോസഫ് വ്യാഖ്യാനിക്കുന്നു. 2 കൊട്ടാരത്തിലെ കാര്യവിചാരിപ്പവരെയും ഭക്ഷണ കാര്യങ്ങൾ നോക്കുന്ന 2 പേരെ അവിടെ തടവറയിലിടുന്നു. 2 പേരുടെയും കുറ്റം വിചാരണ ചെയ്ത് ശിക്ഷ വിധിക്കാനിരിക്കുന്ന സമയത്ത് ഈ 2 പേരുടെയും വിധി നടക്കുന്നതിന്റെ തലേ ദിവസം ഈ ജോസഫ് അവർക്കുണ്ടാകുന്ന സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകുകയും അവരൊരാൾ രക്ഷിക്കപ്പെടുകയും ഒരാൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന കാര്യം പറയുന്നതും. അങ്ങനെ രക്ഷിക്കപ്പെട്ട ആളോട് ജോസഫ് പറയുന്നുണ്ട്, നിനക്ക് തന്ന ഈ ഉപകാരം നീ ഓർക്കണമേ എന്ന്. എന്നാൽ അവനത് മറന്നുപോയിട്ട് വചനം പറയുന്നുണ്ട്. നമുക്കൊക്കെ മറവി വലിയ ഇഷ്ടമുള്ള കാര്യമാണ്, മറന്നേക്കാണ്. ആരെങ്കിലും നന്മ ചെയ്ത് ആരെങ്കിലും നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ കുറെ കഴിയുമ്പോൾ അത് ഭംഗിയായിട്ട് മറക്കുന്ന സ്വഭാവം നമുക്കുള്ളതാണ്. ഇവിടെ ഈ തടവുപുള്ളി തടവുകാരനും ഈ ജോസഫ് അവന് വ്യാഖ്യാനിച്ചു കൊടുത്ത സ്വപ്നത്തിന്റെ വ്യാഖ്യാന പ്രകാരം രാജാവ് അവനെ കുറ്റവിമുക്തനാക്കുകയും രാജസന്നിധിയിൽ അവനെ വീണ്ടും നിയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ചെന്ന് രാജകീയ ചുമതല ഏറ്റെടുക്കുമ്പോൾ അവൻ ജോസഫിന്റെ കാര്യം മറന്നു പോകുന്നു. പക്ഷെ ദൈവം അവനെ കൈവിടുന്നില്ല ജോസഫിനെ. ഈ രാജാവ് ആ സ്വപ്നം വ്യാഖ്യാനിക്കാൻ ഈജിപ്തിലുള്ള ജ്ഞാനികൾക്ക് കഴിയാതെ വരുമ്പോഴും ഈ സഹതടവുകാരനായിരുന്ന ഈ രാജസന്നിധിയിലെ സേവകൻ ഓർക്കുകയാണ് ജോസഫിന്റെ കാര്യം. അങ്ങനെ ജോസഫിനെ വിളിപ്പിക്കുകയും രാജാവ് കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തപ്പോൾ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അനുസരിച്ച് നാട്ടിൽ വരാവുന്ന ആ ക്ഷാമത്തിന് പരിഹാരം എങ്ങനെ ഉണ്ടാക്കാം എന്ന കാര്യം ജോസഫ് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ജോസഫിനെ തന്നെ ആ ഫറവോയുടെ ഭരണാധികാരിയായി ദൈവം കൊണ്ടുവരിക. അങ്ങനെ ജോസഫ് ഈജിപ്തിന്റെ ഭരണാധികാരിയായിരുന്ന് ധാന്യങ്ങൾ ശേഖരിക്കുകയും 7 വർഷത്തെ ആ കെടുതികൾക്കൊടുവിൽ ധാന്യം 7 വർഷത്തെ അനുഗ്രഹത്തിന്റെ കാലഘട്ടത്തിൽ ശേഖരിക്കുന്ന ധാന്യം മുഴുവൻ ഈജിപ്തിലെ കലവറയിൽ ശേഖരിച്ചു വെച്ച് നിറച്ചു വെക്കുമ്പോൾ 7 വർഷം കഴിയുമ്പോൾ വലിയ ദാരിദ്ര്യം വരികയും നാട്ടിലെങ്ങും ദാരിദ്ര്യം വരുമ്പോൾ ആ ദാരിദ്ര്യത്തിന്റെ ഒടുവിൽ ഈ യാക്കോബിന്റെ മക്കള് ധാന്യം വാങ്ങിക്കാൻ വേണ്ടി ഈജിപ്തിൽ ഫറവോയിലേക്ക് വരുമ്പോൾ ജോസഫ് അവർ കണ്ടുമുട്ടുന്നു. കണ്ടോ, ദൈവം വഴിയൊരുക്കുന്നത് കണ്ട. അപ്പോഴാണ് ജോസഫ് പറയണത്,
തന്റെ ഇളയ സഹോദരൻ ബെഞ്ചമിനെ കാണാൻ വിളിക്കുന്നതും ഒക്കെ വിശദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ ബെഞ്ചമിനും വരുന്നതും ബെഞ്ചമിനെ കണ്ടു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും ആ സന്തോഷം അടക്കാൻ വയ്യാതെ വന്നപ്പോൾ ജോസഫ് തന്നെ വെളിപ്പെടുത്തുന്നത്, നിങ്ങൾ ഇസ്മായേലിലേക്ക് വിറ്റ ജോസഫാണ് ഞാനെന്ന്. ഉടനെ ആ 10 പേരും ജോസഫിന്റെ മുമ്പിൽ താണു വണങ്ങുന്നത്. നമ്മൾ ആദ്യം കേട്ട സ്വപ്നം എന്താണ്? ഒരു കറ്റയുടെ മുമ്പിൽ 11 കറ്റയും താണു വണങ്ങുന്നത്. ഇവിടെ നമ്മൾ കണ്ടത് ജോസഫ് എന്ന ഫറവോന്റെ ഭരണാധികാരിയുടെ മുമ്പിൽ ഈ യാക്കോബിന്റെ 10-11 മക്കളും താണു വണങ്ങുന്നത്. യാഥാർത്ഥ്യമായി സ്വപ്നം അവിടെ യാഥാർത്ഥ്യമാകുന്നത് നമുക്ക് കാണുന്നത്. അപ്പൊ ജോസഫ് പറയുന്നുണ്ട്, കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, സ്നേഹിച്ച് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ജോസഫ് പറയുന്ന ഒരു വാക്കുണ്ടേ നമുക്കിന്നില്ലാത്തത്. എന്താണെന്നറിയോ? നിങ്ങൾ എന്നെ വിറ്റതിൽ ദുഃഖിക്കേണ്ട. നിങ്ങൾ അറബികൾക്ക് വിറ്റ് ഞാൻ ഇത്ര കാലം പീഡനമായിട്ട്, പക്ഷെ അതിനെല്ലാത്തിനും നമ്മുടെ ദൈവമായ കർത്താവിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായി, നിങ്ങളെക്കുറിച്ചും നമ്മുടെ വംശത്തെക്കുറിച്ചും നമ്മുടെ തലമുറയെക്കുറിച്ചും ദൈവത്തിന് പദ്ധതി ഉണ്ടായതുകൊണ്ട് നാട്ടിൽ ക്ഷാമം വരുമെന്നും ആ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നിങ്ങളിൽ ഒരുവനായി എന്നെ ഇവിടെ വിട്ടത് അത് ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഉപദ്രവിച്ചതിലോ വിറ്റതിലോ ദുഃഖിക്കേണ്ട, അത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ഇങ്ങനെ പറയാൻ കഴിയുമെങ്കിൽ, നമ്മുടെ സഹോദരന്മാർക്കിടയിൽ ഇങ്ങനെ പറയാൻ കഴിയുകയാണെങ്കിൽ, മറ്റുള്ളവരുടെ നന്മ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ എത്ര അനുഗ്രഹമാ, എത്ര അധികമായി ക്രിസ്ത്യാനി വിളിക്കപ്പെടും. ഞാൻ വീണ്ടും പറയാണ്, അന്ത്യക്ക് അവരെ ക്രിസ്ത്യാനി എന്ന് വിളിച്ചെങ്കിൽ ഇന്ന് നമുക്ക് സാധ്യമാകണം നമ്മളെ കാണുന്നവരെ ക്രിസ്ത്യാനികൾ എന്ന് പറയണം, ദൈവത്തെ എന്ന് പറയണം, രാജ്യക്ക് പുരോഗതി വേണം, വിശുദ്ധ ജനം എന്ന് പറയാൻ കഴിയട്ടെ. നമുക്ക് നന്ദി പറയാം. ഇതെല്ലാം ക്രമപ്പെടുന്ന പരിശുദ്ധ അമ്മയാ സഹോദരങ്ങളെ. ഇന്ന് എവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ആ പ്രസംഗിക്കപ്പെടുന്ന വചനത്തെ എല്ലാം ശക്തി പകരാനായിട്ട് കൂടെയുള്ളത് പരിശുദ്ധ അമ്മയാ. ജപമാല പ്രാർത്ഥന കയ്യിലെടുക്കുന്ന വ്യക്തികളുടെ മേല് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ നിറവും ഉണ്ടാവും. ഇത് നമ്മൾ അനുഭവിച്ചറിയുക. നിങ്ങളോടൊപ്പം ആയിരുന്ന ഈ 1 മണിക്കൂറിന് നന്ദി പറയാം ദൈവത്തിന്. ഇവിടെ എല്ലാം ഈ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് സാധിച്ചു. ഇത് പഠിച്ചു പോകണം, ചരിത്രം പഠിക്കണം. ഈ ഉൽപ്പത്തി മുതൽ മലാക്കി പ്രവാചകം വരെയുള്ള 46 പുസ്തകങ്ങൾ നമ്മൾ പഠിക്കണം. നമ്മൾ ഇനി അനുവദിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ചരിത്രം, ഈജിപ്തിൽ നിന്നും അവർ പുറപ്പെടുന്ന ആ 430 വർഷക്കാലത്തെ അവരുടെ ജീവിതം, അതിനുശേഷം പെസഖ, വീണ്ടെടുപ്പ്, മോശ അവരെ പുറത്തു കൊണ്ടുപോകുന്ന ചരിത്രം, ആ മോശയിലൂടെ അവരെ നയിച്ച് 40 വർഷത്തിലൂടെ ഒരു കാനാൻ ദേശത്ത് യോശുവ എത്തിക്കുന്ന ചരിത്രം, അതിനിടക്കുള്ള ചരിത്രങ്ങൾ, ഇതൊക്കെ പഠിക്കണം. ഒന്നിടയില്ലാതെ പഠിക്കണം. പഠിച്ചാല് ഞാൻ പറഞ്ഞില്ലേ, ദൈവജനം ആരിലേക്ക് വരുന്ന ദൈവങ്ങൾ എന്ന് വിളിച്ചു. ഉറപ്പാണ് സഹോദരങ്ങളെ, ഇത് പഠിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ഈ ഭൂമിയിൽ ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോസ്തലന്മാർ ഈ ഭൂമിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു അത് നമുക്ക് കഴിയാൻ ചെയ്യും. കൊറിന്തോസ് 12 മാംസം ധരിക്കട്ടെ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ, കർദിനാൾമാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, അൽമായർ, ലോകം മുഴുവനിലും സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന ഓരോ അൽമായ ശുശ്രൂഷകര്, വചനപ്രഘോഷകര്, മിഷണറിമാര്, എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ കാരുണ്യവും കരുതലും അവരുടെ മേലെല്ലാം നിറയട്ടെ. പരിശുദ്ധ അമ്മയുടെ നീലം മേലങ്കിയുടെ സംരക്ഷണം എല്ലാം നിറയട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഏലിയെ തെരഞ്ഞെടുത്ത കർത്താവ്, ജെറമ്യയെ തെരഞ്ഞെടുത്താവ്, എസെക്കിയേലിനെ തെരഞ്ഞെടുത്താവ്, യോനയെ തെരഞ്ഞെടുത്ത കർത്താവ്, ആമോസ് പ്രവാചകനെ തെരഞ്ഞെടുത്ത കർത്താവ്, നമുക്ക് ഇവിടെ എല്ലാം തെരഞ്ഞെടുക്കപ്പെടുന്ന പോലെ എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തൊക്കെയാണ്. എന്റെ വിളി എന്താണെന്ന് പരിശുദ്ധാത്മാവോട് ആലോചന നടത്തി അതുപോലെ ജീവിക്കാൻ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും ആമേൻ. ഈശോ സ്തുതിയായിരിക്കട്ടെ.